ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃക്കരിപ്പൂരിലെ വിഷ്ണുദേവിന്റെ ചികിത്സയ്ക്കായി നാടൊന്നിച്ച് ചായ ചലഞ്ച് നടത്തി. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അനവധി പേരാണ് ചായ ചലഞ്ചിൽ പങ്കെടുക്കാൻ എത്തിയത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. തൃക്കരിപ്പൂർ തലിച്ചാലത്തെ ചായ ഹട്ടിലാണ് സാമ്പത്തിക സമാഹരണത്തിന് വേദിയൊരുക്കിയത്. ചായ കുടിക്കൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശം ഉൾക്കൊണ്ട് ഒരു നാടൊന്നാകെ ചാലഞ്ചിൽ പങ്കെടുക്കാനായി ഒഴുകിയെത്തി. വിഷ്ണുദേവിന്റെ ചികിത്സയ്ക്ക് തുക കണ്ടെത്താനായി രൂപീകരിച്ച സാമ്പത്തിക സഹായ കമ്മിറ്റിയാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. വ്യത്യസ്തവും രുചികരവുമായ പലഹാരങ്ങൾ നിരത്തി സംഘാടകർ ചലഞ്ചിൽ പങ്കെടുക്കാനെത്തിയവരെ വരവേറ്റു. കൊതിയൂറും പലഹാരങ്ങൾ ചൂടോടെ ചുട്ടുവിളമ്പിയപ്പോൾ വന്നവർ നിറമനസ്സോടെ സ്വീകരിച്ചു. ഇവിടുത്തെ ഒരു ദിവസത്തെ ലാഭം മുഴുവൻ ചികിത്സാ സഹായത്തിന് നൽകുവാനാണ് തീരുമാനം. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ചായ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. വിഷ്ണുദേവ് അസുഖബാധിതനായി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അസുഖം വേഗമാകുന്ന രീതിയിലുള്ള സഹായ സാമ്പത്തികം നിങ്ങളെല്ലാവരുടെ അടുത്തുനിന്നും ഉണ്ടാകണം. സിനിമാ താരങ്ങളായ പി കുഞ്ഞികൃഷ്ണൻ, അഖില ഭാർഗവൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ആ രണ്ട് ചെറുപ്പക്കാർ, അവരുടെ പേര് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ എന്നാൽ പോലും അവരുടെ മനസ്സ് ഇവിടെ നമ്മുടെ പ്രസാദ് ടീച്ചൻ, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ആളുകളൊക്കെ തന്നെ വന്ന് ഇങ്ങനൊരു ചാലഞ്ച് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർ യാതൊരു മടിയും കൂടാതെ ഈ ചാലഞ്ചിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ റഫീദും അഫ്സലും ആ രണ്ട് സുമനസ്സുകൾക്ക് പ്രത്യേക അഭിനന്ദനം പറയുകയാണ്. കാരണം ഇങ്ങനൊരു സംരംഭവുമായി ഇതിൻ്റെ ചികിത്സാ സഹായ കമ്മിറ്റി വന്നപ്പോൾ ഒരു മടിയും കൂടാതെ ഇന്നത്തെ ചായയുടെ മുഴുവൻ തുകയും ഈ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നൽകാമെന്നവർ വാഗ്ദാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചാലഞ്ച്, ടീ ചാലഞ്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും ചലഞ്ചിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ചികിത്സാ കമ്മിറ്റി ചെയർമാൻ ടി ഹരീഷ്, കോർഡിനേറ്റർ ഖലീഫ ഉദിനൂർ, കൺവീനർ കെ കനേഷ് എന്നിവർ ചായ ചലഞ്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.